ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി മീനച്ച റെസിപ്പി കണ്ടാലോ. ഉണക്കമീനാട്ടോ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല കഷ്ണം മീൻ. ഇത് നമുക്ക് ഇതേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ ഇത് അച്ചാറിടുന്നതിന് 1 മണിക്കൂർ മുന്നേ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ നല്ല ഉപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ഉപ്പുള്ള മീനാണിത്. അപ്പം നമുക്കത് 1 മണിക്കൂർ മിനിമം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് അത് നന്നായിട്ടൊരു 3-4 വട്ടം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഉപ്പൊന്ന് കളഞ്ഞ് നമുക്കെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ ഇട്ട് വെച്ചതാണ് വെള്ളത്തിൽ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിന് ബാക്കിയുള്ള ഇതൊന്ന് വറുത്തെടുക്കാനുള്ളതൊക്കെ ബാക്കിയൊക്കെ ചെയ്യാം. ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ കടുകെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഈ മീനിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ആണെന്നില്ല. പിന്നെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇത് മാത്രം മതി ചോറിന്. അപ്പം ഞാൻ എല്ലാം ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. പിന്നെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി. പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ. പിന്നെ ഇത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയുള്ളവർക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഇനി 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, എരിവില്ലാത്തത് 2 ടീസ്പൂൺ, പിന്നെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട, കാരണം അതിനകത്ത് ഓൾറെഡി ഉപ്പുള്ള മീനാണ്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തത് കായപ്പൊടിയാണ്. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ മീൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്കൊരു വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കണ്ട കേട്ടോ, നല്ല ഉപ്പുണ്ട് മീൻ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വട്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ അച്ചാർ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.